ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്നേഹമാല ക്രിയേറ്റേഴ്സ് ഫാമിലിയുടെ സ്നേഹമാല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഫാമിലിയുടെ ഈ ഒരു മീറ്റിംഗ് ആണ് ഇന്നിവിടെ മലപ്പുറത്ത് നടക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ സ്നേഹമാല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൂട്ടായ്മയിലുള്ള എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്നത് ഞങ്ങൾ ടീം സഫർ വൈബ്സ് ആണ്. ടീം സഫർ വൈബ്സിന്റെ ഒരു പ്രത്യേകത ടീം സഫർ വൈബ്സ് കംപ്ലീറ്റ് ട്രാവൽ സൊല്യൂഷൻസ്. നമ്മുടെ കമ്പനിയുടെ ഒരു അജണ്ട എല്ലാവിധ യാത്രകൾക്കും നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടായിരിക്കും അല്ലെ, ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവും. അതായത് യാത്ര എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം, എവിടെ സ്റ്റേ ചെയ്യണം, അതുപോലെയുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് നമ്മുടെ ടീം സഫർ വൈബ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുന്നത്. നമ്മുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓരോ യാത്രക്കും പ്ലാൻ ചെയ്യുമ്പോൾ അതിന്റെ മുന്നൊരുക്കങ്ങൾ എന്തെല്ലാം കയ്യിൽ വരുന്നത്, എത്ര എക്സ്പെൻസ് വരും, ഇത്തരത്തിലുള്ള ഒരുപാട് ഡൗട്ട്സ് ആണ് അല്ലെ. അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ടീം സഫർ വൈബ്സ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ സ്നേഹമാല കൂട്ടായ്മ ആ ഒരു പേര് തന്നെ ഉണ്ട് അല്ലെ. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും നിങ്ങളുടെ ഒരു യൂട്യൂബ് കൂട്ടായ്മയെ എത്രത്തോളം ഉഷാറാക്കാം, ഇനി എന്തൊക്കെ തിരുത്തലുകൾ നിങ്ങൾക്ക് വേണം, ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രകളിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇതിനെ ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് വളർത്താൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് അന്വേഷിച്ചിട്ടാണ് ഇന്ന് നിങ്ങളിവിടെ മീറ്റപ്പ് നടത്തുന്നത് അല്ലെ. മീനാജിയ ഫ്രം സഫർ വൈബ്സ് പാർട്ണറാണ്. സഫർ വൈബ്സിന്റെ ജുനൈദ് തങ്ങളുടെ ക്രിസ്ത്യനാണ്, അങ്ങനെ ടീച്ചർ. നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ വരാൻ തന്നെ ഈ ഒരു സഫർ വൈബ്സ് എന്നുള്ള ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ, ഞങ്ങൾ രണ്ടുപേരും യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾ. നമുക്കറിയാം നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് ഒരുപാട് യാത്രകളൊന്നും പല ആളുകൾക്കും പോകാൻ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെ. ട്രിപ്പുകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ലേ. പൊതുവെ യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ടുണ്ടാവില്ല. ഈ യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യാത്രകളും നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവങ്ങളാണ് അല്ലെ. ഓരോ യാത്രകളിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട്. അപ്പൊ ആ ഒരു യാത്രകളെ എത്രത്തോളം മനോഹരമാക്കാൻ സാധിക്കും. നമ്മൾ കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഷീറ്റാക്കുകളായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ലേഡീസിന് ഒരുപാട് പ്രയാസമുള്ള കാര്യമാണ് വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കാറില്ല. നമ്മളെല്ലാവരും ഓരോ ഫാമിലിയിലും അത്രയും അറ്റാച്ച് ആണ് അല്ലെ. ഓരോ വീട്ടുകാരികൾ ലേഡീസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഞങ്ങളുടെ പ്രത്യേകതകൾ ഷീറ്റാക്ക്. അതുപോലെ തന്നെ ഫാമിലി ട്രിപ്പ് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി മാത്രമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസുകൾ വരും അല്ലെ. നമുക്ക് ട്രാവലിന് അക്കോമഡേഷനും സിംഗിൾ ആയിട്ട് നമ്മളൊരു ഫാമിലി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പിന് കൂടെ പോകുന്നതിലേറെ ഡബിൾ ട്രിപ്പിൾ ആയിട്ട് നമുക്ക് ആ ഒരു എക്സ്പെൻസ് വരും. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ട്രിപ്പുകളും വിശിഷ്ടാതിഥികളെ സഫർ വൈബ്സ് ഏവർക്കും സഫർ വൈബ്സ് ഒരുക്കിയിട്ടുള്ള സ്നേഹമാല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മീറ്റപ്പ് 2K24 സാധ്യമായ സ്വാഗതം. നേരത്തെ നാസിയ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ചുരുക്കി പറയാം. ഞാനും അതുപോലെ നിങ്ങളുടെ കോർഡിനേറ്ററായിട്ടുള്ള അർഫാത്തും പണ്ട് തൊട്ടേയുള്ള സുഹൃത്തുക്കളാണ്, ഹൈസ്കൂൾ തൊട്ടേയുള്ള ഫ്രണ്ടാണ്. അത് ഇന്നും അതുപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അന്നും ഈ സ്നേഹമാല കൂട്ടായ്മ പോലെ തന്നെയാണ് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നതും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ മേഖലയിലും ഒരു കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. അത് മോണോക്റ്റ് ആയാലും മിമിക്രി ആയാലും സ്കൂളിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയായിരുന്നു. അത് ഇന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു ലീഡർ ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിക്കൊണ്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതിൽ പഠിച്ചവനോട് സ്തുതി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു. ബാക്കി സഫർ വൈബ്സിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് കുറഞ്ഞ ബഡ്ജറ്റിൽ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം പ്ലേസസ് കവർ ചെയ്യുക. അതാണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അതിന്റെ മെയിൻ കണ്ടന്റ്. അതിപ്പോൾ മെയിൻലി ലേഡീസിനെ സംബന്ധിച്ച് ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനൊക്കെ ഒരുപാട് പരിമിതികൾ ഉണ്ടാവും. അപ്പോൾ ധൈര്യമായിട്ട് തന്നെ ഷീ ക്യാമ്പിൽ വിശ്വസിച്ചുകൊണ്ട് സഫർ വൈബ്സിന്റെ കൂടെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. മെയിനായിട്ട് പ്ലാനിങ് ഉഷാറായി തന്നെ നമ്മുടെ ആ എൻ്റെ പ്രോഗ്രാം സക്സസ് ആയിട്ട് തന്നെ മാറും. അതിൽ മെയിനായിട്ട് നമുക്കൊരു യാത്രയിൽ വരുന്നത് അക്കോമഡേഷൻ, ട്രാവല്, ഫുഡ്, ഈ 3 കാര്യങ്ങളിൽ തന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ, അതായത് യാത്രയുടെ കാര്യത്തിൽ ഫ്ലൈറ്റ്, ട്രെയിന്, ബസ്, ഇത് കുറഞ്ഞ റേറ്റ് കിട്ടിയാൽ നമ്മുടെ ഒരു 30% എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാം. അതുപോലെ അടുത്തൊരു 30% പറയുന്നത് നമ്മുടെ താമസ സൗകര്യമാണ്.
അത് അക്കോമഡേഷൻ പ്രീമിയം ഇല്ല റിസോർട്ട് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഒരുപാട് എമൗണ്ട് വരും. നമ്മൾ കൂട്ടായിട്ട് പോകാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കൺസ്യൂം ചെയ്യാം. പിന്നെ ഫുഡ് ആട്ടെ അത് ക്വാളിറ്റി ആയിട്ടും സിസ്റ്റമാറ്റിക് മാനറായിട്ടാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം ഇപ്പോൾ ഇതിൽ ഒരു യാത്രക്ക് നമ്മൾ പുറപ്പെടാന്നുണ്ടെങ്കിൽ അതിന് എക്സ്പെൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഡെയിലി കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള സേവിങ്സ് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഈ ട്രിപ്പ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ പലർക്കും വരുന്ന പ്രതിസന്ധി ഒരു മാസത്തിലെ ചിലവും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ പിന്നെ ഇതിന് പോസിബിളായി മാറും എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡെയിലി ഒരു 100 രൂപ നമുക്ക് മാറ്റി വെക്കാൻ പറ്റിയാലേ ഡെയിലി 100 രൂപ മാറ്റി വെക്കാന്ന് വെച്ചാൽ 365 ദിവസമുണ്ട് ഒരു വർഷത്തിൽ. അപ്പോൾ 365 എന്ന് പറയുന്നത് 36,500 രൂപയാണ്. ഈ എമൗണ്ട് നമുക്ക് മാറ്റി വെക്കാൻ സാധിച്ചാൽ നമുക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പ് ഒരു വർഷം ചെയ്യാൻ സാധിക്കും. 36,500 രൂപക്ക് നമുക്ക് വിയറ്റ്നാം ആവട്ടെ, തായ്ലൻഡ് ആവട്ടെ, പിന്നെ മലേഷ്യ ഇതുപോലുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ ഒരു 100 രൂപ മാറ്റി വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓൾ കേരള ട്രിപ്പ് ചെയ്യാം, 7 സ്റ്റേറ്റ് കവർ ചെയ്തുകൊണ്ട് തന്നെ. അതുപോലെ ഈ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട് ഈ 2 നോർത്ത് ഇന്ത്യ ട്രിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. കുളു മനാലി ആവട്ടെ, പിന്നെ ഡൽഹി, ആഗ്ര പോലുള്ള സ്ഥലങ്ങൾ. അതുപോലെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ കർണാടക, ഗോവ തൊട്ട് കേരള, തമിഴ്നാട് പോലുള്ള റീജിയൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 സൗത്ത് ഇന്ത്യ ട്രിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാവട്ടെ ഈ ഒരു ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 20 പ്ലേസുകൾ കവർ ചെയ്യാം. അപ്പോൾ ഈ 100 രൂപ എന്ന് വെച്ചാൽ ഡെയിലി സേവ് ചെയ്യാൻ എല്ലാവർക്കും പറ്റുന്നതാണ്. മാക്സിമം നമ്മുടെ വരുമാനം കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ 100 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ല. പിന്നെ ഇത് ഞാൻ സക്സസ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. പലരും പറയുന്നത് നമ്മുടെ പറച്ചില് മാത്രമേ നടക്കുള്ളൂ എന്നുള്ളത്. നമുക്ക് കല്യാണത്തിന്റെ മുന്നേ വരെ 143 സിറ്റി കവർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ കാണാം. പിന്നെ കല്യാണത്തിന് ഫോൺ മാറ്റിയത് കൊണ്ട് അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും മാറിയോടെ ഞാൻ അതുവരെയുള്ള കണക്ക് പറഞ്ഞത് അത് ഞാൻ ഇതിൽ യൂട്യൂബിലും ഇതിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ സാധിക്കാവുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളത്. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 26, 27 കക്കാടംപൊയിൽ ഒരു റിസോർട്ട് ക്യാമ്പാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ ക്യാമ്പ് ഫയർ, മ്യൂസിക് നൈറ്റ്, സ്റ്റോറി ടെല്ലിങ്, ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അതുപോലെ ഹൈക്കിങ് കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾ ആ ഒരു പ്രീമിയം ലക്ഷറി ആയിട്ടുള്ള ഒരു റിസോർട്ടിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ഒരു 40 പേരാണ് പോകുന്നുണ്ടെങ്കിൽ ആ 40 പേര് മെയിനായിട്ട് ഷീ ക്യാമ്പിങ് ആകുമ്പോൾ ആ ഒരു എൻ്റയർ ഏരിയ ലേഡീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് പ്രൈവസി, സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാം, മറ്റു ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ട്രിപ്പ് ജനുവരിയിലാണ് വരുന്നത്. അത് നമ്മൾ വയനാടാണ്. അതിൻ്റെ ഡേറ്റും എമൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ പേജിൽ ഡിക്ലെയർ ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് ബാനാസുര, വയനാട് ആ ഒരു ഏരിയയാണ്. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ട്രൈബൽ വില്ലേജ് വിസിറ്റാണ്. സാധാരണ ട്രൈബൽ ഏരിയയിലേക്ക് പൊതുവെ ആളുകളൊന്നും അങ്ങനെ പോകാറില്ല. മറ്റു വയനാടിൻ്റെ പല മേഖലകളിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും തൊള്ളായിരത്തി ആവട്ടെ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ ട്രൈബൽ മ്യൂസിക്കൽ സെക്ഷൻ, അതുപോലെ സൺറൈസ് പോയിന്റുകൾ, പിന്നെ അവിടുത്തെ തന്നെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ, പിന്നെ സ്റ്റോറി ടെല്ലിംഗ് വിത്ത് മിസസ് നാജിയ, അതുപോലെ ടെന്റ് സ്റ്റേ, സ്ട്രീം ഹൈക്കിങ്, ഓഫ് റോഡ് ജീപ്പ് സഫാരി, ക്യാമ്പ് ഫയർ ആൻഡ് മ്യൂസിക് നൈറ്റ്, എക്സ്ചേഞ്ച്, ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മുടെ അടുത്ത ട്രിപ്പ്. അങ്ങനെ ഓരോ ട്രിപ്പ് കഴിയുന്നവരെ നമ്മൾ ഓരോ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കസ്റ്റമൈസ് ചെയ്ത് തന്നെ. ഇത് നമ്മുടെ പാക്കേജ് അല്ല, നിങ്ങളുടെ പാക്കേജാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ സജഷൻ ഉള്ളത് ആ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ നമ്മളിതിൽ ഉദ്ദേശിച്ചിട്ടുള്ള ഒരുപാട് ഇത് പറഞ്ഞു. നമ്മുടെ ഇൻസൈഡ് കേരള, അതുപോലെ ഇപ്പൊ മെയിനായിട്ട് ഈ 2025 നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ കേരളത്തിലാണെങ്കിൽ വയനാട്, മൂന്നാർ, ആലപ്പുഴ, ഗവി, പൊന്മുടി, എറണാകുളം. അപ്പോൾ ഒരു വർഷത്തെ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു പാക്കേജ് പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാസവും നമ്മളത് നമ്മുടെ പേജിലൂടെ ഡിക്ലെയർ ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ പെട്ടതാണെങ്കിൽ ഗോവ, ഹൈദരാബാദ്, കർണാടക, പോണ്ടിച്ചേരി, ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ, ഡൽഹി ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നോർത്ത് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഡൽഹി, ആഗ്ര, കുളു മനാലി, ഷിംല, കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, മേഘാലയ, ഷില്ലോങ്, ഡാർജിലിംഗ് എന്നീ ഏരിയകളാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ തുടർന്ന് നമ്മുടെ ബാക്കി കാര്യങ്ങളായിട്ട് പോകുന്നതാണ്. നമ്മുടെ അടുത്ത അജണ്ടയിലുള്ളതാണ് ലക്ഷദ്വീപ്, മാലദ്വീപ് തുടങ്ങിയിട്ടുള്ള അത്തരം ദ്വീപുകളും. അപ്പോൾ തുടർന്ന് നിങ്ങൾ ഞാൻ ഇങ്ങോട്ട് പറയിട്ടില്ല, പറഞ്ഞിട്ട് ഓടരുത് കേട്ടോ. കളർ
മഞ്ഞ രണ്ട് മഞ്ഞല്ല അപ്പൊ വെള്ളയും മഞ്ഞയും ഒക്കെ അല്ലേ? അതോ വെള്ളയും മഞ്ഞയും ready ആയി. വെള്ള മഞ്ഞ ഓക്കെ. അടുത്ത സെക്ഷൻ ഒന്ന് എണീറ്റില്ല, കുറച്ച് വിട്ടിട്ടുണ്ടോ? ഒരു ഉണർവുണ്ടാകാൻ വേണ്ടി മാത്രം ചെയ്യാം. യോഗ എന്തിനാ? ചെറിയൊരു ഇതാണ് ക്രീഡയോഗ എന്ന് പറയും. അതായത് കൈയടിക്കുക, എല്ലാവരും കൈയടിക്കുക, എല്ലാവരും ഫാസ്റ്റ് പറഞ്ഞു, ഫാസ്റ്റ് അടിക്കുക, ഫാസ്റ്റ് അടിക്കുക, ഒന്നുകൂടി സ്പീഡ് സ്പീഡ്, ഒന്നും വളരാണ്ടില്ല, ഒന്നും വളരാണ്ടില്ല. ഇതായിട്ട് വെച്ചാൽ പാടില്ല, സ്പീഡ് ആയിട്ട് പാടില്ല, കൂടുതലാണ് ഇത് കുറക്കും. വേണ്ട മൂന്നരക്ക് 4, 4 3, 5 6, 6 5. ഇത് നമ്മൾ യോഗ ക്രീഡയുടെ ഭാഗത്ത് കുട്ടിയൊക്കെ സ്കൂളിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എന്താ ശരീരത്തിൽ ബോഡി കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ചെയ്യണം. ഓക്കെ, എല്ലാവരും ഒരുമിച്ച് ചെയ്യണം. ചെറിയ പോലെ പങ്കെടുക്കുക. 3 ഇത് സ്മോൾ, ഇത് ബിഗ്, ഇത് അപ്പ്, ഇത് ഡൗൺ. ഓക്കെ, ഡൗൺ ഓമശരി ഡൗൺ. ഓക്കെ, ഓമശരി ഡൗൺ. ഓക്കെ, ബിഗ് സ്മോൾ, ബിഗ് അപ്പ് ഡൗൺ സ്മോൾ. ഒന്നുകൂടി സ്മോൾ, ബിഗ് അപ്പ്, സ്മോൾ, ബിഗ് അപ്പ് ഡൗൺ. അങ്ങനെ റെഡി, അങ്ങനെ ഞാൻ റെഡി, ഞാൻ റെഡി, അങ്ങനെ റെഡി. 1 2 വാ വാ അവിടെ 2. ഓക്കെ, എല്ലാം 2. അപ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് മൂന്നാളും ആറ്റം എല്ലാം നോക്കണം. കല്യാണം നോക്കാനല്ല, ഗെറ്റ് കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൽ എന്താണ്, ഞാൻ ഈ യോഗയുടെ മേഖല ആയതുകൊണ്ടാണ് കോൺസെൻട്രേഷൻ ആയി കാര്യങ്ങൾ കൊടുക്കുന്നത്. മനസ്സിലാക്കിയിട്ട് ഇത് ഉടനെ ചെയ്യാൻ സംഭവമാണ്. 1 മുതൽ 30 വരെ കൗണ്ട് ചെയ്യാം. 30 വരെ, അതിന് 3ന്റെ മുതൽ തന്നെ മാത്രമേ ആവും ഇംഗ്ലീഷിൽ. എന്ത് 3ന്റെ മുതൽ മാത്രം എന്ത് ചെയ്യാം? 3, 6, 9, 12, 15, 17, 18, 19, 20, 30. അതായത് 1 2 3 4 5 6. 1 2 3 4 5 6. ഇതില് നിങ്ങളെ മക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ മാഷാ പിന്നെ പെട്ടെന്ന് ഒരു 2-3 ദിവസം